Abraham Osler, directed by Mithun Manuel Thomas, script by Randeep, starring Jairam and Mammootty in the lead roles. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, മെഡിക്കൽ ത്രില്ലർ ജോൺറ ആയതുകൊണ്ട് തന്നെ കുറെ അധികം മെഡിക്കൽ ടേംസ് ഉണ്ട്. സ്ക്രിപ്റ്റ് വൈസ് അത്ര അത്യാവശ്യം ഡീസെന്റ് ആയിരുന്നു. ആൻഡ് മേക്കിംഗ് വൈസ് മിഥുൻ മാനുവൽ തോമസിന്റെ കിടില മേക്കിംഗ് അത് തന്നെയാണ് ഈ സിനിമയിലെ നമ്മളെ പിടിച്ചിരുത്തിയത്. മീൻസ് ഒരിടത്ത് പോലും ലാഗടിക്കാത്ത രീതിയിൽ കോമ്പാക്ട് ആയിട്ട് സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് വൈസ് പെർഫെക്റ്റ്. പിന്നെ ടെക്നിക്കൽ സൈഡ് ആവട്ടെ, തേനി ഈശ്വറിന്റെ DOP വെരി നൈസ്. നൈറ്റ് ഷോട്ട്സ് ഒക്കെ സൂപ്പറാണ്. എനിക്ക് പ്രശ്നം ആകെപ്പാടെ തോന്നിയത് ഇന്റർവെൽ ബ്ലോക്കില് കുറച്ച് ഇരുട്ടായതുപോലെ തോന്നി. ഞാൻ കണ്ട തിയേറ്ററിന്റെ കുഴപ്പമാണോ അതോ ഫൈറ്റ് നടക്കുമ്പോൾ ഭയങ്കര ഇരുട്ടായിട്ട് തോന്നി. ബാക്കിയുള്ള നൈറ്റ് സീൻസ് എല്ലാം സൂപ്പർ ആയിരുന്നു. എസ്പെഷ്യലി പ്രസന്റിങ് ദാറ്റ് മമ്മൂട്ടി സീൻ വാസ് സോ ഗുഡ്. അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി വിത്ത് ജയറാമിന്റെ ഒരു സ്ലോമോ, അത് തേനി ഈശ്വറിന്റെ സൂപ്പർ സ്റ്റഫ്. ആൻഡ് ദെൻ ഐ കനോട്ട് ഗീവ് ഇനഫ് ക്രെഡിറ്റ്സ് ടു മിഥുൻ മുകുന്ദൻ. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്. ഞാൻ മിഥുൻ മുകുന്ദനെ ഭയങ്കര അധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം പുള്ളിയുടെ ഗരുഡഗമന, വൃഷഭവാഹന, റോഷാക്ക് ഒക്കെ ചെയ്ത മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം പുള്ളി ഇതില് 2-3 പിറപ്പിൽ സാധനം കൊടുത്തിട്ടുണ്ട്. എബ്രഹാം ഓസ്ലറിന് എഴുതി കാണിക്കുമ്പോൾ വരുന്നതും പിന്നെ ട്രെയിലറിൽ നിങ്ങൾ കേട്ട കാര്യങ്ങളും പിന്നെ മേക്ക് വേ ഫോർ ദ ഡെവൽ മമ്മൂട്ടിയുടെ എൻട്രി കിടിലം BGMs ആണ് കൊടുത്തത്. പിന്നെ ഇതിലുള്ള പാട്ട് പൂമാനമേ പെർഫെക്റ്റ് പ്ലേസ്മെന്റ്, കിടിലം പാട്ട്. ആ റെട്രോ സ്റ്റൈൽ പാട്ട് എടുത്തപ്പോഴത്തേക്കും അത് കിടിലമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് മിക്ക സിനിമകളിലും മറ്റേ പാട്ടുകൾ റീമേക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് കുളമാവാറുണ്ട്. പക്ഷെ ഇത് പെർഫെക്റ്റ്ലി എടുത്തു വെച്ചിരിക്കുന്ന പാട്ടാണ് പൂമാനമേ. ടെക്നിക്കലി ഒരു പ്രശ്നമില്ല പറയാൻ. പിന്നെ കല്യാണമായിട്ട് തോന്നിയത് സെന്തിലിന്റെയും ഇതിൽ കൂടെ അഞ്ജലിയാണെന്ന് തോന്നുന്നു. കൂടെ സെന്തിലിന്റെ കൂടെ ഉള്ള ജയറാമിന്റെ ടീമിലുള്ള അവരാദ്യം കുറച്ച് സ്യൂഡായിട്ട് തോന്നി. ചില ഡയലോഗ്സും അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യണത് പോലെ തോന്നി. പിന്നീട് ഓക്കെ ആയിട്ട് വന്നു. ആൻഡ് ജയറാം ഡീസെന്റ് ആയിട്ട് പുൾ ഓഫ് ചെയ്തു. ബട്ട് ഐ ഹാവ് ടു ബി ബ്രൂട്ടലി ഓണസ്റ്റ്, ഈ സിനിമയിലെ സേവിങ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണ്. ദ സ്റ്റാർ കോൾഡ് മമ്മൂട്ടി. പുള്ളി വന്നതിന് ശേഷമാണ് സിനിമ വേറെ റേഞ്ച് പോണത്. മീൻസ് കിടിലായിരുന്നു. അതുവരെ ഓക്കെ ഒരു ടിപ്പിക്കൽ ത്രില്ലർ പോണ പോക്കിൽ പോയതിന് ശേഷം മമ്മൂട്ടി വരുന്നു. മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ്, മമ്മൂട്ടിയുടെ ഓറ, ദ തിങ് ഹി ബ്രിങ്സ് ടു ദ ഫിലിം, അതാണ് ഈ സിനിമയുടെ സേവിങ് ഗ്രേസ്. അതില്ലാതെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഇമ്പാക്ട് പോലും വരാൻ പറ്റത്തില്ല. മമ്മൂട്ടി എന്നൊരു സ്റ്റാറിനെ ബ്യൂട്ടിഫുള്ളി ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ സീൻസ് ആവട്ടെ, ഫ്ലാഷ് ബാക്ക് സീൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. അത്ര തന്നെ പറയാൻ. നല്ലൊരു വാച്ച്, ഒരു ഡീസന്റ് വാച്ച്. ഗരുഡൻ ആൻഡ് അഞ്ചാം പാതിര വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അഞ്ചാം പാതിര ഐ സ്റ്റിൽ കീപ്പ് ഓൺ ദ ടോപ്പ്. ലൈക്ക് അതിനെ പൊട്ടിക്കാനുള്ള ഒരു സൈക്കോ ത്രില്ലർ, ഒരു ത്രില്ലർ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ആൻഡ് ഐ സ്റ്റിൽ കീപ് ഗരുഡൻ ഇൻ സെക്കൻഡ്. ആൻഡ് തേർഡ് എനിക്ക് ഓസിലാതെ വായിക്കാം. ഓക്കെ, ഗരുഡൻ ആയിരുന്നു ഇതിനെക്കാട്ടിലും ബെറ്റർ. ബട്ട് ദെൻ ഒരു രീതിയിലും ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഒരു രീതിയിലും ഐ ആം നോട്ട് ഡിസാറ്റിസ്ഫൈഡ്. തിയേറ്റർ വർത്ത് വാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുവരെ ബൈ.